സുരേഷേട്ടനും വേണുചേട്ടനും വളർന്ന വീടാണ്. ആ വീട്ടിന് തൊട്ടു ചേർന്നാണ് ഈ പ്ലാവ്. സുരേഷേട്ടന് ഓഹരി കൊടുത്ത സമയത്ത് ആ ഓഹരിയിൽ റോഡ് വന്നത് കാരണം സുരേഷേട്ടൻ്റെ പ്ലാവ് മുറിക്കേണ്ടി വന്നു. ഇന്നും പലരും വിചാരിക്കുന്നത് ഇത് സുരേഷിൻ്റെ പ്ലാവാണെന്നാണ്. സുരേഷിൻ്റെ പ്ലാവെന്നും പറഞ്ഞ് പലരും ഇവിടെ നിന്ന് ചക്കമോഷണം നടത്തണുണ്ട്. പക്ഷേ സുരേഷേട്ടൻ്റെ പ്ലാവ് നേരത്തെ തന്നെ മുറിക്കേണ്ടി വന്നു. ഇത് ഇപ്പോൾ വേണുചേട്ടൻ്റെ പറമ്പിലെ പ്ലാവാണ്. അങ്ങനെ ഈ വർഷത്തെ ചക്കക്കാലം ഇവിടെ ആരംഭിക്കുകയാണ്. അവൻ വരുന്നുണ്ട്. ഓ, നീ ചക്ക കൊടുക്കണമല്ലോ. ചക്ക അത്രയും തീർക്കുന്നല്ലേ? ഒരു ചോള മന്തുവാ. അപ്പൊ കുറച്ചു നേരത്തെ ഇങ്ങോട്ട് വന്ന ഞാൻ കണ്ടേ. അപ്പൊ എനിക്ക് മുമ്പ് അവൻ വന്നല്ലേ. അപ്പൊ ഇത് ചെറിയ ചോളയല്ലേ, പകുതിയല്ലേ ഉള്ളൂ. ആ വലിയ ചോളമാക്കി അവന് കൊടുത്തല്ലേ. എന്നിട്ട് അണ്ട ചെറിയ ചോള എനിക്ക്. ചേച്ചി ഈ ചോളയെ കുറിച്ചുള്ള പാട്ട് ചേച്ചിക്ക് അറിയാന്ന് പറയാം. എന്തോ വരിക്ക ചക്കയുടെ എന്തോ ഒരു പാട്ട് പാടണം. അതൊന്ന് പാടാ വെച്ചു ഒരു കാര്യം. ഒന്ന് പാടാ ചേച്ചി. ഇതിലൊരു ചൊട ഇല്ല ചേച്ചി. അമ്മ പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് രാവിലെ പോയെന്ന്. അപ്പൊ ഞാൻ വരുന്നപ്പോ നീ ഇങ്ങ് വന്നല്ലേ. വന്ന് ചക്ക അത്ര ചൂട് കയറുന്നു. നീ വേണുക്കുട്ടന്റെ ചക്കയിൽ ചുള പോലും ഇല്ല. അത് ചുള ഇല്ല തെഞ്ഞെടുത്താണ്. ഇല്ല, എനിക്ക് 2 ചോള തന്ന്. ചോദിച്ചപ്പോ ചെറിയ ചോളയാണ് തന്നത്. ബാക്കിയൊക്കെ നിനക്ക് നന്ദുകൂട്ടൻ നിനക്ക് തന്നല്ലേ. നീ രാവിലെ ഒന്നും തിന്നില്ലേ? ഇത് മൊത്തം എടുത്തോ? ഇതെന്തരടേ, ഇതിന് ഒരു ചുള പോലും ഇല്ലല്ലേ. അതാ പറഞ്ഞത്, വേണുക്കുട്ടന്റെ ചക്കയിൽ ഒരു ചുള പോലും ഇല്ല. വേണുക്കുട്ടന്റെ ചക്കയിൽ ചുള ഇല്ല. ഇതില് ഒരു ചുള. ഇത് വേണുക്കുട്ടന്റെ ചക്കയാണോ? അതെ, ഇതിൽ ഒരു ചുള പോലും ഇല്ല. ഇത് എന്തൊരു ചക്കയുടെ ഇത്? വേണുക്കുട്ടന്റെ ചക്കയിൽ ഒരു ചുള പോലും ഇല്ലേ. അത്ര നിങ്ങൾ തിന്നേർത്ത്. ഞാൻ തന്നില്ല. ഞാൻ ആകെ 2 ചുളയാ എടുത്തത്. ഒരു ചുള പോലും എനിക്ക് തന്നു. 2 ചുള. പറയണ്ട, എനിക്ക് ചുള തന്ന കാര്യം പറയണ്ട. ഇല്ല, ഒരിക്കലും ഇല്ല. ആളിൻ്റെതാ ഇവിടെ എത്തിയിട്ടുണ്ട്. വേണുക്കുട്ടന്റെ ചക്കയാണ്. ഒരു ചുള. ഈ ചക്ക ഒരിക്കലും നിസ്സാരമായി കാണല്ലോ. ഇല്ല, ഈ ചക്കയെ കൊണ്ട് എന്തെല്ലാം ഉപയോഗം ഉണ്ടെന്നറിയാമോ? പറയൂ. ഇതിനകത്ത് ചുളയുണ്ട്, പിന്നെ നല്ല കുരുണ്ട്. ചക്കക്കുരുവിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാവോ? എന്താണ്? ചക്കക്കുരു കഴിച്ചാൽ വളി വിടണല്ലാളിയാ. വളി എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോ ആളിന്റെ ഒക്കെ ഇടയിൽ നടന്നുകൊണ്ടിരുമ്പോ ചില ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അറിയാതെയൊക്കെ വളി വിട്ടിട്ട് അവര് പോയിട്ടുണ്ട്. എന്നിട്ട് അവരൊന്നും അറിഞ്ഞുകൂടാത്ത കണക്കൊക്കെ അവരൊക്കെ പോകും. അപ്പൊ ചക്ക കൊണ്ട് നമുക്ക് ദോഷമല്ല അറിയാം. കാരണം ഇന്നിപ്പോ ചക്കയൊക്കെ നമ്മളെ വീടുകളിൽ, പറമ്പുകളിൽ, പ്ലാവുകളിലുള്ള ചക്ക അത്രയും ചേട്ടന്മാരൊന്ന് 10-20 രൂപ കൊടുത്ത് അടത്തുകൊണ്ട് വിദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ചക്ക. അപ്പൊ ഈ ചക്ക നിസ്സാര ഗുണമല്ല ചേച്ചി. പ്രതിരോധി. ആ അതേണ്. അപ്പൊ ഇത് നമുക്ക് ഗുണമാണ്. എന്തുകൊണ്ട്? അതുമല്ല, നമുക്ക് ഒരു മായമില്ലാത്ത ഒരു ആഹാരം എന്ന് പറയുന്ന ചക്കയാണ്. ഇതിൽ കെമിക്കൽ ഒന്നുമില്ല. ഈ കെമിക്കൽ ചേരാത്തോണ്ട് ചക്ക ഭയങ്കരമായ ഗുണമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചക്ക ഇനി വിദേശത്തേക്ക് ചക്ക വിടണോ? വേണ്ട. അപ്പൊ നമ്മള് വീട്ടിലുള്ള ചക്കകൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഉപയോഗിച്ച് നമ്മളെ കുട്ടികൾക്കൊക്കെ ചക്ക അങ്ങോട്ട് ചക്കക്കൂര അവിച്ചൊക്കെ കൊടുത്താലുണ്ടല്ലോ. ചക്ക ബിസ്ക്കറ്റ്, ചക്ക ഹോർലിക്സ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ ഗ്യാസ് പ്രോബ്ലങ്ങളൊക്കെ മാറും. കാരണം ചക്കക്കുരു കഴിക്കുമ്പോൾ തന്നെ അവർ വളി വിട്ട് ആ ഗ്യാസൊക്കെ അങ്ങ് പോകും. പിന്നെ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ മക്കൾക്കും നമ്മൾ ഇനി ചക്ക കൊടുക്കണം. ചക്ക ഒരു വലിയൊരു സംഭവമാണ് അല്ലേ? ഗ്യാസിന് വില കൂടുതലാണ്. അതെ അല്ലേ? ആണ്. ആ സുരേഷേട്ടനും വേണുചേട്ടനും വളർന്ന വീടാണ്. ആ വീട്ടിന് തൊട്ടു ചേർന്നാണ് ഈ പ്ലാവ്. സുരേഷേട്ടന് ഓഹരി കൊടുത്ത സമയത്ത് ആ ഓഹരിയിൽ റോഡ് വന്നത് കാരണം സുരേഷേട്ടൻ്റെ പ്ലാവ് മുറിക്കേണ്ടി വന്നു. ഇന്നും പലരും വിചാരിക്കുന്നത് ഇത് സുരേഷിൻ്റെ പ്ലാവാണെന്നാണ്. സുരേഷിൻ്റെ പ്ലാവെന്നും പറഞ്ഞ് പലരും ഇവിടെ നിന്ന് ചക്കമോഷണം നടത്തണുണ്ട്. പക്ഷേ സുരേഷേട്ടൻ്റെ പ്ലാവ് നേരത്തെ തന്നെ മുറിക്കേണ്ടി വന്നു. ഇത് ഇപ്പോൾ വേണുചേട്ടൻ്റെ പറമ്പിലെ പ്ലാവാണ്. അങ്ങനെ ഈ വർഷത്തെ ചക്കക്കാലം ഇവിടെ ആരംഭിക്കുകയാണ്. ചക്ക ചക്ക ചക്ക
हाय चक्का चक है तू, हाय चक्का चक हूँ मैं, हाय चक्का चक है